ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അ ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യത്തെ റെസിപ്പി ഹൈദരാബാദി സ്റ്റൈൽ വെജ് ദം ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് ഇളം ചൂട് പാലിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് വെക്കുകയാണ്. ഇതൊരു നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെയ്യാം, കാരണം എല്ലാവരുടെയും ഇത് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെക്കാം. നമുക്കൊരു സാഫ്രൻ കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അടുത്തതായിട്ട് ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. നമ്മളിതിലേക്ക് ഫ്രൈഡ് ഓണിയൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് 2 മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് വളരെ കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന സമയത്ത് ഉള്ളി ഇട്ട് കൊടുക്കാറില്ലേ, ഫ്രൈഡ് ഉള്ളി. അപ്പോൾ അതുപോലെ തന്നെയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതല്ലാതെ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് വെജിറ്റബിൾസ് ഒക്കെ മാരിനേറ്റ് ചെയ്യുന്ന സമയത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഉള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ, ഇതല്ലാതെ വേറെ ഉള്ളി ഒന്നും ചേർക്കുന്നില്ല, ഫ്രൈഡ് ഓണിയൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ബാച്ചായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇത്രയുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് മാറ്റി വെക്കും ദം ചെയ്യാനായിട്ട്. ബാക്കി 3/4 ഭാഗം ഉള്ളി നമ്മൾ മാരിനേഷൻ എടുക്കുവേ. ഇനി അടുത്തത് വെജിറ്റബിൾ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഫ്രഷ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവർ അഴുക്കുള്ളതാണെങ്കിൽ ആദ്യം ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് വേണം എടുക്കാനായിട്ട്. ഈ കോളിഫ്ലവർ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ, ഒരു പുഴുവോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് ചേർത്തേക്കാണ്. പിന്നെ ബീൻസ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, പൊട്ടാറ്റോ, പനീർ ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേർക്കുന്നത് മാത്രം. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ചേർത്തുനിന്ന് മാത്രം. 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന ഉള്ളിയില്ലേ, അതും കൂടി അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഇങ്ങനെ പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പൊടിക്കാതെയും ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും ചേർക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയില, പുതിനയില, ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 നാരങ്ങയുടെ നീര് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ 3/4 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. 3/4 to 1 കപ്പ് വരെ ആവാം, തൈരിൻ്റെ പുളി അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. പട്ട, ഗ്രാമ്പു, ബ്ലാക്ക് കാർഡമം, പിന്നെ ബേ ലീഫ്, ഇത്രയും ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് പൊടികളാണ്. മുളക് പൊടി 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 3/4 ടീസ്പൂണോളം ജീരകം, നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പും. അത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ, അതായത് നമ്മൾ വറുത്ത എണ്ണയില്ലേ, ഉള്ളി വറുത്ത എണ്ണ, അത് ഒരു തവിയോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണേ. കൈ കൊണ്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതാകുമ്പോൾ ഒന്നും കൂടി എളുപ്പമാണ്, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനും പറ്റും. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം, തവി കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് മാത്രം. അല്ലെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് മാരിനേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം, ഏറ്റവും സുഖം അത് തന്നെയാണ്. ഇപ്പോൾ അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മസാല എല്ലാ വെജിറ്റബിൾസിലും കോട്ടാക്കി ഇട്ടിട്ടുണ്ട്. ഈ എല്ലാ വെജിറ്റബിൾസും വേണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളേ. ഇനി ഈ മാരിനേറ്റ് ചെയ്തേക്കുന്നത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ മാറ്റി വെക്കുക, അതിൽ കൂടുതലായാലും ഒരു കുഴപ്പമില്ല. ഈ സമയം കൊണ്ട് നമുക്ക് അരി വെള്ളത്തിലിട്ട് വെക്കാം. ബസ്മതി റൈസ് ആണ് എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മിനിമം ഒരു 30 മിനിറ്റെങ്കിലും ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണേ, കാരണം കുക്കറിലല്ല വേവിക്കുന്നത്, അതുകൊണ്ട് കുതിർക്കുക തന്നെ വേണം. ഇനി ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉള്ളി വറുത്ത അതേ സെയിം പാനിലേക്ക് തന്നെ, സെയിം എണ്ണയിലേക്ക് തന്നെ ഈ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഈ ഒരു എണ്ണയിൽ തന്നെ കിടന്ന് വെന്തോളും, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഫ്രൈ ആയിക്കോളും. പക്ഷേ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കണം. നന്നായിട്ട് തിളച്ചു തുടങ്ങട്ടെ. ആ സമയത്ത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. മൊത്തത്തിലൊരു 15 മിനിറ്റ് എങ്കിലും എടുക്കും കേട്ടോ. ഒരു 75% ഒന്ന് വെന്ത് വരാനായിട്ട് 15 മിനിറ്റ് എങ്കിലും എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കഷ്ണം ഭയങ്കര വലുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സൈസിൽ മതിയാകുമേ. വെജിറ്റബിൾസ് അവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ബേ ലീഫും, പട്ട, ഏലക്ക ഒരു 5-6 ഇട്ടിട്ടുണ്ട്. കുറച്ച് ഷാജീര, 2 പച്ചമുളക്, കുറച്ച് മാത്രം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരണം. നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് മാത്രമേ ഇതിലേക്ക് റൈസ് ചേർക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലെ മല്ലിയിലയും പിന്നെ അതേപോലെ തന്നെ ഏലക്ക ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ബേ ലീഫും പച്ചമുളകും മാത്രം ഞാൻ അതിൽ തന്നെ വിട്ടിട്ടുണ്ട്. ബാക്കി മല്ലിയില, പട്ട, ഏലക്ക ഇതെല്ലാം ഞാൻ വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്, കാരണം നമ്മുടെ റൈസിൽ ഇത് ആവശ്യമൊന്നുമില്ല, പിന്നെ ഇറിറ്റേറ്റിംഗ് ആയിരിക്കും കടിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് അവിടെ തന്നെ കിടക്കട്ടെ, കാരണം ചെറിയൊരു എരിവ് ഈ ചോറിൽ ഇറങ്ങുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പം ഇതിലേക്ക് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എല്ലാം ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങിട്ട് ഇളക്കരുത്, അരി പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ അരി നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. 80 to 90% ഒന്ന് വെന്ത് വരട്ടെ. ഭയങ്കര കുഴഞ്ഞൊന്നും പോകരുത്, അതേപോലെ കംപ്ലീറ്റ്
കട്ടിയായിട്ട് വേവാൻ പാടില്ല. ജസ്റ്റ് അരി ഇങ്ങനെ എടുത്തിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഉടയുന്ന രീതിയിൽ ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. അതാകുമ്പോൾ ഒരു 80 to 90% വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി ബാക്കി നമ്മൾ ദമ്മിടുന്ന സമയത്ത് വെന്തോളൂ കേട്ടോ. ഇനി റൈസ് എല്ലാം കംപ്ലീറ്റ്ലി വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ദമ്മിടാനായിട്ട്. അങ്ങനെ വെള്ളത്തിൽ ഞാൻ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് വെജിറ്റബിൾസ് ഒന്ന് ചെക്ക് ചെയ്തപ്പം നന്നായിട്ട് വെജിറ്റബിൾസ് ഒക്കെ വെന്തിട്ടുണ്ട്. അതേപോലെ വളരെ കുറച്ച് ഗ്രേവി ബാക്കിയുണ്ട്. അങ്ങനെ വേണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ദമ്മിടാം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ സിമ്മിൽ വെച്ചിട്ട് ഞാൻ ഓരോ ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ലെയർ റൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇങ്ങനെ വെതിരി കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച് പുതിനയില, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയില്ലേ അതും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഏത് വേണമെങ്കിലും ആവാം കുറച്ചൊന്നിങ്ങനെ വെതറി കൊടുക്കുന്നുണ്ട്. പിന്നെ സാഫ്രൻ മിൽക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം സാഫ്രൻ മിൽക്ക് ഇട്ട് കൊടുത്തു. ഒരു 3 ടീസ്പൂണോളം നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റിൽ ചേർത്തത് റോസ് എസൻസ് ആണ്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. ഉണ്ടെങ്കിൽ 1-2 ഡ്രോപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ആവരുത്, ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 1-2 ഡ്രോപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ഫോളോ ചെയ്യുക. റൈസ് ഇടുക, അതിൻ്റെ മുകളിൽ ബാക്കി എല്ലാ ഐറ്റംസും ഇടുക. ഏറ്റവും ടോപ്പിലായിട്ട് റോസ് എസൻസ് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. നിങ്ങളിൽ ഉണ്ടെങ്കിൽ ചേർക്കാം, അത് ചേർത്തെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും, പിന്നെ ബിരിയാണി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 1-2 ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ആ സ്മെല്ല് ഭയങ്കര കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ദോശ തവയില്ലേ അത് വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തീ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ബിരിയാണി പോട്ട് എടുത്ത് മുകളിൽ വെച്ചിട്ടുണ്ട്. ഒരു വെയിറ്റ്, എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് 15 മിനിറ്റ്സ് ദം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പം തന്നെ തുറന്നു നോക്കുന്നില്ല, ഒരു 20 മിനിറ്റ്സ് ഞാൻ അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ തുറന്നു നോക്കുമ്പോൾ റൈസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതായത് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടും ഇല്ല, കുഴയത്തില്ല, പക്ഷേ ഒട്ടും ഓവർ കുക്കായിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മസാലയൊക്കെ നല്ല ബാലൻസിങ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹൈദരാബാദി വെജ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്തതായിട്ട് നമുക്ക് ആലു പറാത്തയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് നല്ല വൃത്തിക്ക് കഴുകിയേക്കുന്ന 4 ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. മിനിമം ഒരു 7-8 വിസിലൊക്കെ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ കുക്കറിന് അത്രയും വേണ്ടി വരും, എന്നാലേ വേവത്തുള്ളൂ. പിന്നെ ഞാൻ നടുക്ക് ഇങ്ങനെ സ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പീൽ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഒരു 8 വിസിലൊക്കെ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാം പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. നീറ്റായിട്ട് ഈസിയായിട്ട് പീലാക്കി കിട്ടിക്കോളും. ബിക്കോസ് ഞാനിങ്ങനെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഈസി ആയിട്ട് പീലായി കിട്ടി. ഇനി ഇതൊന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മാഷ് ചെയ്തെടുക്കാം. ഏതായാലും ഒരു കുഴപ്പമില്ല, നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ചെറിയ ജാറിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകും അത്യാവശ്യം നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണം. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂണെങ്കിലും മതിയാവും. ഒന്നെങ്കിൽ ചാറ്റ് മസാല അല്ലെങ്കിൽ ആംചൂർ പൗഡർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അതില്ലെന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അജ്വൈൻ സീഡ്സ് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 മുറി ഉള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും മുളകും ഒക്കെ എല്ലാം എടുത്ത് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണേ. കൈ കൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും. അങ്ങനെ എല്ലാം മിക്സ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ, ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. കാരണം ഇവിടെയാണ് ഞാൻ ഇട്ട് പരത്താൻ പോകുന്നത്. പിന്നെ ഞാൻ നേരത്തെ തന്നെ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചപ്പാത്തി മാവില്ലേ, അത് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ബൗൾ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും സ്പ്രെഡ് ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നടുക്ക് നമ്മുടെ ഈ പൊട്ടറ്റോയുടെ മിക്സ് ഇല്ലേ അതൊന്ന് വെച്ച് കൊടുക്കണേ. സൈസ് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാ സൈഡിൽ നിന്ന് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മുടെ സാധാരണ ഈ മോമോസൊക്കെ ഫോൾഡ് ചെയ്തെടുക്കില്ല, അതുപോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മെല്ലെ പരത്തി കൊടുക്കണേ. പിന്നെ പൊടി ഇട്ടതിന് ശേഷം മെല്ലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് പ്രഷർ കൊടുക്കരുത്, മെല്ലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. എല്ലാ സൈഡ്സിൽ നിന്നും ഈവനായിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് പരത്തിയെടുക്കുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് തവ ചൂടാക്കാനായിട്ട് വെച്ചു, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡ് നമ്മൾ സാധാരണ ചപ്പാത്തി ചൂടുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക, അത്രയേ ഉള്ളൂ. ഓൾറെഡി പൊട്ടറ്റോ ഒക്കെ വെന്തതാണ്, അപ്പോൾ അതുകൊണ്ട് അധികം വേവൊന്നുമില്ല. എന്നിട്ട് 2 സൈഡും നെയ്യ് തേച്ച് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആലു പറാത്ത റെഡിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.